ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാർവലിന്റെ തന്നെ ആന്തോളജി അനിമേറ്റഡ് സീരീസായ വാട്ട് ഇഫിനെ കുറിച്ചാണ്. ഇതിനോടകം തന്നെ ഈ സീരീസിൽ 3 സീസണുകളിലായി 26 എപ്പിസോഡ്സ് ആണ് റിലീസ് ആയിട്ടുള്ളത്. ഈ സീരീസിന്റെ ഒരു പ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പല മാർവൽ സിനിമകളിലും സീരീസുകളിലുമായി തന്നെ കണ്ട സംഭവങ്ങൾ വ്യത്യസ്തമായി നടന്നാൽ എങ്ങനെയിരിക്കും എന്ന് അൾട്ടർനേറ്റ് ടൈം ലൈനിൽ അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് പെർസ്പെക്റ്റീവിൽ വാച്ചർ എന്ന ക്യാരക്ടർ കാണിച്ചു തരുന്ന രീതിയിലാണ് ഈ സീരീസിന്റെ ഓരോ എപ്പിസോഡും കഥ പറയുന്നത്. ഈ സീരീസിന്റെ ആദ്യത്തെ സീസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാട്ട് ഇഫിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺ ആണ് സീസൺ 1 എന്ന് പറയുന്നത്. ഓഡിയൻസിന് ഡിസർവിംഗ് ആയിട്ടുള്ള 9 സ്റ്റോറീസ് ആണ് നമുക്ക് ഈ സീരീസിന്റെ സീസൺ 1 കാണാൻ പറ്റുന്നത്. സീസൺ 1 പല എപ്പിസോഡുകളും സിനിമ ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ തന്നെയുണ്ട്. വാട്ട് ഇഫ് എന്ന പേരിനോട് നീതി പുലർത്തിയ ഒരു സീസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് സീസൺ 1 പറ്റി പറയാം. സീസൺ 1 അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ എന്റെ റേറ്റിംഗ് 8 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റുന്ന കിഡിലൻ മൾട്ടിവേഴ്സ് സ്റ്റോറീസ് ആണ് നമുക്ക് സീസൺ 1 കാണാൻ പറ്റുന്നത്. ഈ സീരീസിന്റെ സീസൺ 2 വരുമ്പോൾ അതെനിക്ക് ഒരു ആവറേജ് സീസൺ ആയിരുന്നു. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഓക്നസും ഫെമിനിസവും സീസൺ 2 അവരൊരു ഫോഴ്സ്ഡ് ആയി കുത്തിക്കയറ്റി എന്നത് തന്നെയാണ്. എന്നാലും ഈ സീസൺ 2 തന്നെ വളരെ നല്ല എപ്പിസോഡുകളും ഉണ്ടായിരുന്നു. സീസൺ 2 ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ അത് 6 ഔട്ട് ഓഫ് 10 ആയിരിക്കും. ബട്ട് സീസൺ 3 ആണ് ഈ വാട്ട് ഇഫ് സീരീസിനെ തന്നെ തൊലച്ച ഒരു സീസൺ എന്ന് പറയാൻ പറ്റുന്നത്. വൺ ഓഫ് ദ വേസ്റ്റ് സീസൺ എന്ന് തന്നെ വാട്ട് ഇഫിന്റെ സീസൺ 3 വിളിക്കേണ്ടി വരും. സീരീസിന്റെ ഒട്ടുമിക്ക എപ്പിസോഡ് കണ്ടപ്പോഴും എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ മാർവലിന്റെ വരുന്ന ഫ്യൂച്ചർ പ്രൊജക്ട്സിന്റെ ഒക്കെ ഒരു ബിസിനസ് പ്രൊമോഷൻ എന്ന രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എന്നതാണ്. എനിക്ക് പേഴ്സണലി എപ്പിസോഡ് 1, എപ്പിസോഡ് 4 അതോടുകൂടി തന്നെ ഫിനാലെ എപ്പിസോഡ് മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. അതിൽ തന്നെ ഫിനാലെ എപ്പിസോഡ് അവർ അത്യാവശ്യം നല്ലൊരു വാട്ട് ഇഫിന്റെ ഫൈനൽ സീസൺ എന്ന രീതിയിൽ ഒരു പ്രോപ്പർ എൻഡിങ് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സീസൺ 8 ഒരു ആവറേജ് എപ്പിസോഡായിരുന്നു. വളരെ വലിയ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു സീരീസാണ് വാട്ട് ഇഫ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനത്തെ കഥകൾ വേണോ വാട്ട് ഇഫിൽ ആഡ് ചെയ്യാം. പക്ഷെ അവർ അതിൽ തന്നെ ഏറ്റവും മോശം സ്റ്റോറീസ് സെലക്ട് ചെയ്ത ഒരു ഫീലാണ് എനിക്ക് സീസൺ 3 കണ്ടപ്പോൾ കിട്ടിയത്. സോ ഞാൻ ഈ സീരീസിന്റെ സീസൺ 3 ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് 3 ഔട്ട് ഓഫ് 10. ദാറ്റ് വാസ് എ വീഡിയോ ഗൈസ്.